അസ്സലാമു അലൈക്കും. വെൽക്കം ടു Shinus.com. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിച്ചട്ടിയിലൊരു കുഞ്ഞു കുളം, ഒരു ചെറിയ ലാൻഡ്സ്കേപ്പും അതിൻ്റെയോടൊപ്പം തന്നെ ചേർന്നൊരു കുഞ്ഞു കുളവും ചേർന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറിച്ചട്ടിയിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കാത്തൊരു കറിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ച് അടിയിൽ വിള്ളലൊക്കെ വീണ ചട്ടികളുണ്ടാവും. അപ്പോൾ ലീക്കായിട്ടുള്ള ഇങ്ങനെയുള്ള ചട്ടിയിലാണ് ഞാൻ കുളം സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകു വശത്ത് ഞാൻ ഇതുപോലെ MC വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മളതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറകുവശം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇത് ബ്ലാക്ക് കളറ് ചട്ടിയായിരുന്നു. അപ്പം ചട്ടിയുടെ പുറത്ത് ഞാനൊരു ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണേലും കൊടുക്കാം. ഞാനിവിടെ മൺചട്ടീൻ്റെ ആ കളർ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഞാനത് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുളം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പിൻ്റെ കഷ്ണം, ഞാൻ വേറെ ആവശ്യത്തിന് കട്ട് ചെയ്തൊരു പൈപ്പിൻ്റെ കഷ്ണമാണ് ഇതെടുത്ത് ഇതിനകത്ത് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ലാൻഡ്സ്കേപ്പും കുളവും രണ്ടും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുന്നുണ്ട്. ഇത് മണ്ണും വെള്ളവും സെപ്പറേറ്റ് ആക്കി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെറ്റലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലൊക്കെ വെച്ചിട്ട് ആ ഷീറ്റൊന്ന് മറിച്ചെടുക്കണം. ആ പ്ലാസ്റ്റിക് ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കല്ല് മോസൊക്കെ ഉള്ള, മഴ പെയ്ത് അല്ലെങ്കിൽ വെള്ളം വീഴുന്ന സ്ഥലത്തുള്ള മോസൊക്കെ പിടിച്ചിട്ടുള്ള കല്ലാണെങ്കിൽ ഒന്നും കൂടി ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കല്ലെടുത്തിട്ട് നമുക്കത് മറിച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആ മെറ്റലിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചകിരി വെക്കുന്നുണ്ട്. അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചെടി വെക്കാനുള്ള മണ്ണ് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ലെവലിൽ തന്നെ അത് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു കല്ല് വെച്ചിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റ് മൊത്തം കവർ ചെയ്ത് വെച്ചതിന് ശേഷം അതേ ലെവലിൽ നമുക്ക് മണ്ണ് നിറച്ച് അതിൽ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തൈ, മഷിത്തണ്ട്, അതുപോലെ മതിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന എന്തെങ്കിലുമൊക്കെ ചെടികൾ ഒക്കെ ഉണ്ടാവും. അതുപോലുള്ള ചെടികളൊക്കെ പറിച്ച് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇതിനകത്ത് വെക്കാം. അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെ ഇതിൽ വെച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ മണ്ണൊക്കെ ഇട്ടത് കാരണം ചെറിയ കലക്ക് പോലെ കളർ ചേഞ്ച് ഉണ്ടാവും. അത് കുറച്ച് ഇരിക്കുമ്പോൾ വെള്ളം തെളിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ വെള്ളം അതേ ലെവലിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആ മണ്ണിൽ ചെടിയൊക്കെ വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് മുഴുവനും നമുക്ക് മോസ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു പച്ച കളറിൽ ഫുള്ള് നല്ല ഭംഗിയിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ബാക്കി വന്ന എല്ലാ ഭാഗത്തും മോസൊക്കെ വെച്ച് കവർ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ചെടികൾ നമ്മുടെ ഇഷ്ടത്തിന് വീണ്ടും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മോസ് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിലുള്ള വെള്ളം നമുക്ക് അടിയിലൂടെ തന്നെ മുകളിലോട്ട് മോസിന് ആവശ്യത്തിന് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കുളത്തിലോട്ട് നമ്മൾ വാട്ടർ ക്യാബേജ് എന്ന് പറഞ്ഞ ചെടി, തോട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെന്നിവോട്ട്, ഡോളർ പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയൊക്കെ ഇട്ടെടുത്ത് നമുക്കിതിനെ ഭംഗിയാക്കി എടുക്കാം.
കറിച്ചട്ടിയിലുള്ള ഈ കുഞ്ഞു കുളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.